സാംസങ്ങിന്റെ S24 അവർ AI ഫോണായിട്ടാണ് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൂഗിള് ഇടാ പോയി ചാവടാ, ഇതിന്റെ ടെൻസർ ചിപ്പും കൊണ്ട് നീ അതിമാരൊക്കെ AI സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ആമ്പിള്ളേർ വേണ്ട ഫോണ് അവരുടെ ഡിവൈസ് AI ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നു. എന്തായാലും സാംസങ് S24 കുറിച്ച് വേറെയും കുറെ കരക്കമ്പികൾ കേൾക്കാൻ ഇടയായി. അപ്പോൾ ആ കരക്കമ്പികളുടെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ കരക്കമ്പികളും കുറേ സ്പെക്കുകളും റിലീസായിട്ടുണ്ട്. ആ സ്പെക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഒരു റിലീസ് ഡേറ്റിലേക്ക് പോയത് ഇത് ഫെബ്രുവരി 17 റിലീസാകുമെന്നാണ് കേട്ടിരിക്കുന്നത്. അത് അത്രയും പെട്ടെന്ന് റിലീസായേ പറ്റുള്ളൂ, കാരണം വേറെ ആമ്പിള്ളേരൊക്കെ ഫോൺ റിലീസായി തുടങ്ങി. ഇപ്പോൾ ആദ്യം തന്നെ ഷവോമി Agent 3 ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് ഇപ്പോൾ ഐക്യു വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ OnePlusന്റെ ഫോൺ ഇപ്പോൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അധികം നാൾ പിന്നോട്ട് വലിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആമ്പിള്ളേർ മാർക്കറ്റ് അടിച്ചുകൊണ്ട് പോകും. അതിന് മുമ്പേ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വരട്ടെ. ചുമ്മാ വെറുതെ ബൊമ്പടിക്കാൻ വേണമെന്നുള്ള AI നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ചില ഫീച്ചേഴ്സൊക്കെ ഇതിന്റെ കരക്കമ്പികളിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇതൊക്കെ സത്യമോ എന്തോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിനകത്തിലാണെങ്കിൽ ഒരു ഫീച്ചർ വരും, അതിനകത്ത് റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഫോറിൻ ലാംഗ്വേജിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്, റിയൽ ടൈം ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ഭാഷയിലാണോ നിങ്ങൾ കേൾക്കുന്നത് റിയൽ ടൈം ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ രീതിക്കുള്ള പ്രോസസ്സിങ് ഇതിനകത്തിൽ കാണുമെന്നാണ് ഇവന്മാർ പറഞ്ഞിരിക്കുന്നത്. വരുമ്പം അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഒരു പരിപാടി കാണുന്നുണ്ട്, AI ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്നത്. അതും ഇതിനകത്ത് കാണും. ഓട്ടോമാറ്റിക് ഫീലിംഗ് അതുപോലെ തന്നെ പല 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 AI സെറ്റപ്പുകളും ഇതിനകത്ത് കാണുമെന്നാണ് ഇവന്മാർ പറഞ്ഞിരിക്കുന്നത്. AI വേറൊരു പരിപാടി ഇവർ വീഡിയോയ്ക്ക് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയൽ ടൈം ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും AI സഹായം ഉപയോഗിച്ച്. പിന്നെ ചിലപ്പോൾ ChatGPTയുടെ ഇൻറ്റഗ്രേഷൻ ഇതിനകത്തിൽ വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ChatGPT ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഇതിനകത്ത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവർ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് അതൊരു വിപ്ലവമാണ്, ഒരു സംശയമില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ വേറൊരു ലെവലിൽ. പിന്നെ ഡിസൈനിൻ്റെ കാര്യമാണെങ്കിൽ ഇതിലൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസൈനാണ് അവർ ഈ വട്ടം പോകുന്നത്. ഫ്ലാറ്റ് ഡിസൈനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. കൂടുതൽ ബൾക്കി ആയിട്ടുള്ള ഡിസൈനേക്കാളും ഫ്ലാറ്റ് ഡിസൈനാണ് നല്ലത്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ആകുമ്പോൾ അത് യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വേറൊരു ഫീലിംഗ് ആണ്. അത് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും. കൂടാതെ ഇതിനകത്ത് ഫ്രെയിം ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയമാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഐഫോൺ വന്നതിന് ശേഷം അലൂമിനിയം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിപ്പോൾ ഇതിനകത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അലൂമിനിയം എന്ന് പറയുമ്പോൾ നല്ല ഹാർഡാണ്, സോ ലൈറ്റർ മെറ്റീരിയലാണ്, ഡ്യൂറബിളും ആണ് സാധനം. അതുകൊണ്ട് തന്നെ ഫോണിന്റെ വെയിറ്റ് നല്ലോണം കുറയും. അപ്പം കൂടുതൽ കമ്പോണൻസ് ഉള്ളിൽ തള്ളി കയറ്റാൻ പറ്റും, വെയിറ്റ് മാനേജ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല മൂവായിട്ട് എനിക്ക് തോന്നുന്നു. ഫ്ലാറ്റ് ഡിസ്പ്ലേയിൽ വരുന്ന ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 2500 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ട്യൂബ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതുമാതിരി ബ്രൈറ്റ്നസ് ഉണ്ട്. വെളിയിൽ പോകുമ്പോൾ ഡിസ്പ്ലേയിൽ കാണാതിരിക്കുക എന്നുള്ള പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അത്രയ്ക്ക് ബ്രൈറ്റ്നസ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ബ്രൈറ്റ്നസ്സിൽ ഒരു ചെറിയ ചിന്തമാണ്. ഈ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രൊസസ്സറിന്റെ കാര്യത്തിൽ കരക്കമ്പി ചിലപ്പം അത്യാവശ്യം മോശമായിട്ടൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇത് ചില രാജ്യങ്ങളിൽ എസ്പെഷ്യലി അറിയാമല്ലോ, ചില രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇവന്മാർക്ക് പണ്ടേ അവഗണനയാണ്. കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇവന്മാരാണെങ്കിൽ ഇതിന്റെ ലൈറ്റർ വെർഷനാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോൾ എക്സിനോസിന്റെ പ്രൊസസ്സർ കുറെ നാൾ പെട്ടിയും പടവും പൂട്ടി വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 2400 അല്ലെങ്കിൽ 2400 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. സ്കോറുകളൊന്നും കാര്യമില്ല. സാംസങ്ങിന്റെ ഇപ്പോൾ എക്സിനോസ് പ്രൊസസ്സറുകളൊക്കെ ബഡ്ജറ്റ് റേഞ്ച് വരുന്നത് തന്നെ അതിമാരക സ്കോറാണ്. പക്ഷേ അതിനകത്തിൽ ഒരു ചുക്ക് നടക്കത്തില്ല. പപ്പടം പൊള്ളിയാണ്, പപ്പടം ചൂടാക്കാൻ കൊള്ളാം, അതുപോലെ ചൂടാകും. പിന്നെ പെർഫോമൻസിലായാലും എല്ലാം ഇഷ്യൂകളും ഉണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള യൂസിലൊക്കെ ആണെങ്കിൽ അവിടെ ഉള്ളൊരു എക്സിനോസ് ആണെങ്കിൽ എടുത്ത് ഡസ്റ്റ്ബിനി ഇടും. അപ്പോൾ അവിടെ ഈ ഉള്ള പരിപാടി നടക്കത്തില്ല. അവിടെ ആണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസ്സർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് ഉപയോഗിക്കുന്നത് എല്ലാ മോഡലിലും. ഇതിലാണെങ്കിൽ ബേസ് വേരിയന്റിലും ഇതിന്റെ പ്ലസ് മോഡലിലും മാത്രമേ എക്സിനോസ് വരുത്തുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഇതിന്റെ അൾട്രാ വേരിയന്റിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസ്സർ തന്നെയായിരിക്കും ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ AI ഇന്റഗ്രേഷൻ ഒക്കെ എന്തുമാത്രം നമ്മുടെ എക്സിനോസിന്റെ പ്രൊസസ്സറിൽ നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എക്സിനോസ് പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒന്നാമതായ ചാത്രമാണ്. നമ്മൾ 4K റിയൽ ടൈമിൽ ഒബ്ജക്ട് ട്രാക്കിംഗ് എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് നല്ലോണം പ്രൊസസ്സർ ചെയ്യുന്ന പരിപാടിയാണ്. അതൊക്കെ എക്സിനോസിന്റെ പ്രൊസസ്സർ എങ്ങനെ താങ്ങുമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ സ്നാപ്ഡ്രാഗൺ ആകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, സ്റ്റേബിൾ ആയിരിക്കും പെർഫോമൻസ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സ്കോറൊക്കെ മേടിക്കുന്ന പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗണിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ പാളിയ ചരിത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറിൽ എനിക്ക് വിശ്വാസമുണ്ട്. എക്സിനോസിന്റെ കാര്യം ഇനി വരുമ്പോൾ അറിയാം എന്താകും എന്നുള്ള. ക്യാമറ സെറ്റപ്പ് എല്ലാം പഴയ കൂട്ടൊക്കെ തന്നെ 4 ക്യാമറയൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഈ വട്ടം ഇവർ ഒരു 10 മെഗാ പിക്സലിന്റെ സൂം ലെൻസ് എടുത്ത് മാറ്റി അവിടെ 50 മെഗാ പിക്സൽ തന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ വന്നിരുന്നത് 10x സൂം ആയിരുന്നു. ഇപ്പോൾ 10x സൂം ഇതിനകത്ത് ഇല്ല, വെട്ടിക്കുറിച്ചു. ഇപ്പോൾ ഇത് 5x സൂം ആക്കിയിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, അധികം സൂം കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. എല്ലാവരും മെയിൻ ക്യാമറ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ 50 മെഗാ പിക്സലിന്റെ സൂം ആയതുകൊണ്ട് എല്ലാവരും 10x സൂം ഒക്കെ ആക്കി എന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നത് കണ്ടു. അതിൽ കാര്യമൊന്നുമില്ല. മറ്റേ 50 മെഗാ പിക്സലിന്റെ 5x സൂം എന്ന് പറയുന്നത് 10x സൂമിനെക്കാട്ടിലും അടിപൊളി ക്വാളിറ്റി ആയിരിക്കും. ക്വാളിറ്റി മാറ്റേഴ്സ് നൻബാ. പിന്നെന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരക്കമ്പി കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാംസങ് എന്നും പിന്നിൽ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇവരുടെയാണ് ഷട്ടർ ലാഗ്.
ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ലാഗ്, അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലാഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഒരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നടന്നിട്ട് അടുത്ത പരിപാടി, അങ്ങനെ ഓരോരോ പരിപാടികൾ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് ഇന്നലെ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഇപ്പോൾ അവന്മാർ ഇത് മാറ്റിയിട്ട് സീക്വൻഷ്യൽ മാറ്റിയിട്ട് പാരലൽ പ്രോസസ്സിംഗ് ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം 2 പ്രോസസ്സിംഗ് ഒരുപോലെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടെ സ്പീഡായിട്ട് ഫോട്ടോ ഒക്കെ പ്രോസസ്സായി നമുക്ക് കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് ശ്രമപ്പെടാതെ ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ അടിപൊളിയായിട്ട് ഉപകാരമാകും. പിന്നെ ഷട്ടർ ലാഗ് ഒരു സീനായിരുന്നു, അപ്പോൾ അത് റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് കരക്കമ്പികൾ കേൾക്കുന്നത്. പിന്നെ ഒരു കരക്കമ്പി കേട്ടിരുന്നു 16 GB വേരിയന്റ് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ തൽക്കാലം 8 GB 12 GB വേരിയന്റ് ആണ് വരുന്നത്. 1 TB സ്റ്റോറേജ് വരെ പോകുന്നുണ്ട്. ലക്ഷങ്ങൾ ആയിരിക്കും ഇതിന്റെ പേര്, അത് സംശയമൊന്നുമില്ല. ബേസ് വേരിയന്റ് 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കും. എങ്കിലും ഓൾട്ര എന്നൊക്കെ പറയുന്നത് കിഡ്നി ഫോണാണ്, കിഡ്നി വിൽക്കേണ്ടി വരും മിക്കവാറും ഒരെണ്ണം വാങ്ങിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇത് AI ഫോണായിട്ട് ട്രേഡ് മാർക്ക് ചെയ്യുന്നത്. ഒന്നും കാണാൻ സാംസങ് അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഇന്നത്തെ 8 Gen 3യുടെ പെർഫോമൻസ്, കൂടാതെ തന്നെ ഈ AI ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണാൻ ഐ ആം വെരി എക്സൈറ്റഡ്. അപ്പോൾ ശേഷം ഫോൺ ഇറങ്ങിയിട്ട് കാണാം. ആപ്പിൾ ബൈ ബൈ.